പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നാകെ ഞെട്ടിച്ച് ശ്രീമതി വീണ വിജയൻ ഇഡിയുടെ മുമ്പേ ഇഡി ആവശ്യപ്പെടാതെ തന്നെ കീഴടങ്ങി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയന്റെ മകളാണ്. ബുദ്ധിക്ക് ഒരു കുറവുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വീണ വിജയൻ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഒരു മുൻകൂർ ജാമ്യ ഹർജിയിലേക്ക് പോകും എന്നാണ്. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന മാതിരി 29-ാം തീയതി പോവുകയും അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു ജാമ്യം കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. മുൻകൂർ ജാമ്യത്തിന് ഉള്ള ഗ്രൗണ്ടുകൾ അപ്പോഴും റെഡിയായിട്ടില്ലായിരുന്നു. അപ്പോൾ നിയമത്തിന്റെ മുമ്പേ കോടതിയുടെ പൾസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇഡിയുടെ മുമ്പ് ഹാജരാകുകയും വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുകയും അടുത്ത ഒരു സമൻസ് ഒഴിവാക്കുകയും അതിനു മുൻപായിട്ട് തന്നെ ഹൈക്കോടതിയിലെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്യുകയാണ് ശ്രീമതി വീണ വിജയന്റെ ഉദ്ദേശമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ കോടതിയുടെ മുമ്പിൽ ഇഡിക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ വേണ്ടിയിട്ട് മതിയായ ഗ്രൗണ്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം വീണ വിജയൻ വളരെ നിയമം അനുസരിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇഡിക്ക് മുമ്പ് സ്വമേധയാ ഹാജരായി വിവരങ്ങൾ കൈമാറിയത്. എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീമതി വീണ വിജയന്റെ വകയായിട്ട് കേരള ഹൈക്കോടതിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ അവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഹൈക്കോടതിയിലായിരിക്കും അവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അനുവദിക്കുന്ന പക്ഷം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കി ജാമ്യം നൽകണമെന്നായിരിക്കും കോടതി നിർദ്ദേശിക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് അവര് നിയമത്തിന്റെ കൈകളിൽ നിന്ന് വഴുതി മാറാനുള്ള സാധ്യത തുലവുമില്ല. മാത്രമല്ല, നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ബാങ്കിന്റെ കൂടുതൽ രേഖകളിൽ നിന്നും ഇഡിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വീണ വിജയന് കിട്ടിയ 2.7 കോടി രൂപ ആർക്കൊക്കെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമ്മൾ ഈ കേസിൽ ഇതുവരെ പേര് കേൾക്കാത്ത പലരിലേക്കും ഈ കേസിന്റെ നാൾ വഴികളും നീളുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. നന്ദി, നമസ്കാരം.